ഹലോ എവരി വൺ, വെൽക്കം ടു ബിഗ് ലേണിംഗ്. നമുക്കെല്ലാവർക്കും അറിയാലോ, നമ്മുടെ NTPC എക്സാം എന്ന് പറയുന്നത് വളരെ അടുത്തെത്താറായി. സോ അതിലെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. നമുക്ക് ആ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് തന്നെ ട്രിഗ്നോമെട്രിയിൽ നിന്ന് മാത്രം NTPCക്ക് ചോദിക്കാറുണ്ട്. സോ നമുക്ക് സെഷനിലോട്ട് പോകാം. സോ ഞാൻ ഇന്നിവിടെ എടുത്തേക്കുന്നത് ട്രിഗ്നോമെട്രിയുടെ കുറേ PYQ ആണ്. NTPCയിലും SSCയിലും പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താ തന്നിരിക്കുന്നത്. ഇഫ് കോട്ട് 75 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2 minus root 3, then find the value of cot 15 അല്ലേ. then find the value of cot 15. ഓക്കെ, നമുക്ക് എന്താ തന്നിട്ടുള്ളത്? cot 75 ഡിഗ്രി അല്ലേ. cot 75 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2 minus root 3 എന്ന് തന്നിട്ടുണ്ട്. ഈ cot 75നെ എനിക്ക് എങ്ങനെ മാറ്റാം? എങ്ങനെ എഴുതാം? cot 90 minus 15 എന്ന് എഴുതാമല്ലോ. cot 90 ഡിഗ്രി മൈനസ് 15 ഡിഗ്രിയിൽ 75 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. എന്താണ് cot 90 മൈനസ് തീറ്റ? ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, cot 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റിൽ വരും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവാണ്. 90 ഓട് മൾട്ടിപ്ലൈ ആയതുകൊണ്ട് അത് മാറും. കോട്ട് എന്നുള്ള എന്താവും? ടാൻ ആകും. ടാൻ തീറ്റ ആകും. cot 90 മൈനസ് തീറ്റ ടാൻ തീറ്റ ആകും. തീറ്റയ്ക്ക് പകരം എത്രയാണ്? 15 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടാൻ 15 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2 മൈനസ് റൂട്ട് 3. നിങ്ങൾ ചിലപ്പോൾ തെറ്റിക്കാനുള്ള സ്ഥലമാണ് ഇത്. cot 90 മൈനസ് 15 എന്നുള്ളത് cot 90 മൈനസ് തീറ്റ എന്നുള്ള കോട്ട് തീറ്റ എന്ന് തന്നെ ചിലപ്പോൾ എഴുതി. കോട്ട് തീറ്റ അല്ല, കാരണം എന്താണ്? അത് ടാൻ തീറ്റയാണ്. ഓക്കെ, സോ ടാൻ 15 ഡിഗ്രി 2 മൈനസ് റൂട്ട് 3 ആണ് കിട്ടി. പക്ഷെ നമുക്ക് എന്താ വേണ്ട? cot 15 ആണ് വേണ്ടത്. കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/tan ആണ് അല്ലേ. അപ്പോൾ cot 15 എന്നുള്ളതിന് പകരം എനിക്ക് എങ്ങനെ എഴുതാം? cot 15 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1/tan എന്ന് എഴുതാം. ടാൻ എത്ര? 2 മൈനസ് റൂട്ട് 3 ആണ്. ഓക്കെ, ഇനി ഓപ്ഷനിൽ നോക്കിയേ, 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് റൂട്ട് 3 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടിയതിനെ ഓപ്ഷനിലുള്ളതിലോട്ട് ആക്കണം. എന്ത് ചെയ്താൽ മതി? കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 പ്ലസ് റൂട്ട് 3. 2 മൈനസ് റൂട്ട് 3യുടെ കോൺജുഗേറ്റ് എത്ര? 2 പ്ലസ് റൂട്ട് 3 ആണ്. 2 പ്ലസ് റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യാം. ഓക്കെ, ന്യൂമറേറ്ററിൽ എന്ത് വന്നു? 2 പ്ലസ് റൂട്ട് 3 എന്ന് തന്നെ വന്നു. ഡിനോമിനേറ്ററിൽ എന്ത് വന്നു നോക്കിയേ? 2 മൈനസ് റൂട്ട് 3 ഇൻറ്റു 2 പ്ലസ് റൂട്ട് 3. അതെന്ന് പറയുന്നത് എന്ത് ഫോർമാറ്റില്ല? A മൈനസ് ബി ഇൻറ്റു A പ്ലസ് ബി ഫോർമാറ്റ് അല്ലേ. അപ്പോൾ അതിന് എനിക്ക് എങ്ങനെ എഴുതാം? A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അതായത് 2 സ്ക്വയർ മൈനസ് റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ. അത് എത്രയാണ്? 3 ആണ്. ഡിനോമിനേറ്റർ എന്ത് വരും? 4 മൈനസ് 3 1 എന്ന് വരും. ന്യൂമറേറ്ററോ 2 പ്ലസ് റൂട്ട് 3. ഓക്കെ, ഓപ്ഷൻ എന്ത് കിട്ടി? ഓപ്ഷൻ ബി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്തിലോട്ട് പോവാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. സൈൻ 67 ഡിഗ്രി കോസ് 37 ഡിഗ്രി മൈനസ് സൈൻ 37 ഡിഗ്രി കോസ് 67 ഡിഗ്രി. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് 13 ഡിഗ്രി കോസ് 17 ഡിഗ്രി മൈനസ് സൈൻ 13 ഡിഗ്രി സൈൻ 17 ഡിഗ്രി. ഓക്കെ, ജസ്റ്റ് നോക്കിയേ, ഇതെന്ത് ഫോർമാറ്റിലാണ്? ന്യൂമറേറ്റർ നോക്ക്. സൈൻ 67 ഡിഗ്രി കോസ് 37 ഡിഗ്രി, പിന്നെ എന്താണുള്ള? മൈനസ് സൈൻ 37 ഡിഗ്രി കോസ് 67 ഡിഗ്രി. അതെന്ത് ഫോർമാറ്റിലാണ്? അതെന്ന് പറയുന്നത് സൈൻ എ മൈനസ് ബി ആണ് അല്ലേ. സൈൻ എ മൈനസ് ബിയുടെ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. സൈൻ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? സൈൻ എ കോസ് ബി മൈനസ് സൈൻ ബി കോസ് എ അല്ലേ. അതാണ് എന്തെന്ന് പറയുന്നത്? സൈൻ എ മൈനസ് ബി എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലെ കേസാണ്. സൈൻ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ആ ഫോർമാറ്റിലല്ലേ ഇരിക്കുന്നത്. ഇനി സൈൻ എ പ്ലസ് ബി ആയിരുന്നെങ്കിലോ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ കോസ് സൈൻ ബി ആയിരുന്നു. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിലെ കേസ് നോക്കാം. ഓക്കെ, ഡിനോമിനേറ്ററിലെ കേസ് കോസ് 13 ഡിഗ്രി കോസ് 17 ഡിഗ്രി മൈനസ് സൈൻ 13 ഡിഗ്രി സൈൻ 17 ഡിഗ്രി. ഓക്കെ, അതെന്ത് ഫോർമാറ്റില? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ഫോർമാറ്റിലാണ് അല്ലേ. അതെന്ന് പറയുന്നതാണ് കോസ് എ പ്ലസ് ബി. ഓക്കെ, കോസ് എ പ്ലസ് ബി ആണ് കോസ് എ കോസ് ബി കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. മറിച്ച് കോസ് എ മൈനസ് ബി ആയിരുന്നെങ്കിലോ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി വന്നേനെ. ഓക്കെ, സൈൻ എപ്പോഴും ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ന്യൂമറേറ്ററിലെ കേസ് തന്നെ നോക്കാം. എക്കും ബിക്കും പകരം എത്രയാണ്? 67 ഡിഗ്രിയും 37 ഡിഗ്രിയാണ്. അപ്പോൾ സൈൻ എ മൈനസ് ബി എന്നുള്ളത് മാറി എന്ത് വരും? സൈൻ 67 ഡിഗ്രി മൈനസ് 37 ഡിഗ്രി എന്ന് വരും അല്ലേ. അതെത്രയായി? സൈൻ 30 ഡിഗ്രി ആയി. ന്യൂമറേറ്റർ സൈൻ 30. ഇനി ഡിനോമിനേറ്ററിലെ കേസ് നോക്കിയേ. കോസ് എ പ്ലസ് ബിയുടെ ഫോമുലയാണ് എഴുതി വയ്ക്കുന്നത്. അതായത് കോസ് 13 ഡിഗ്രി പ്ലസ് 17 ഡിഗ്രി. അതെത്രയാ? അതും കോസ് 30 ഡിഗ്രി. ന്യൂമറേറ്റർ സൈൻ 30 ഡിഗ്രി എന്ന് കിട്ടി. ഡിനോമിനേറ്റർ എന്ത് കിട്ടി? കോസ് 30 ഡിഗ്രി എന്നും കിട്ടി അല്ലേ. ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ എഴുതാം, അല്ലെങ്കിൽ സൈൻ ബൈ കോസ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ ആണ് അല്ലേ. ഇതെന്ന് പറയുന്നത് എന്താ? ടാൻ 30 ആണ്. ടാൻ 30 എത്രയാണ്? 1/√3. ഓക്കെ, ഓപ്ഷൻ എന്ത് വന്നു? എ വന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ സൈൻ 30നെ മാറ്റി എഴുതുക. സൈൻ 30 എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്. കോസ് 30 എത്രയാണ്? √3/2 ആണ്. 2 × ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തേ ഉള്ളൂ? 1/3 ഉള്ളൂ. ഓക്കെ, ഇഷ്ടമുള്ള രീതി ചെയ്യാം. ഓപ്ഷൻ എന്ത് വന്നു? എ വന്നു.
നമുക്ക് അടുത്തതിലോട്ട് പോവാം. The value of sec theta cosec theta plus 2 plus tan square theta plus cot square theta. എടാ ഇതും പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തീറ്റയ്ക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾ തീറ്റയ്ക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ കിട്ടുന്ന ഓപ്ഷനിൽ എന്ത് ചെയ്യുക, തീറ്റയ്ക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഏത് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെ എങ്ങനെ ചെയ്യാൻ നോക്കിയേ. നമുക്കെന്താ തന്ന സീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ ഡിവൈഡഡ് ബൈ 2 plus tan square theta plus cot square theta അല്ലേ. 2 plus tan square theta plus cot square theta അതിനെ എനിക്ക് എങ്ങനെ എഴുതാം, 1 plus tan square theta plus 1 plus cot square theta എന്ന് എഴുതിക്കൂടെ. ഞാൻ ഒന്നും ചെയ്തില്ല, ആ 2 എന്നുള്ളതിന് ജസ്റ്റ് എന്ത് ചെയ്തേ ഉള്ളൂ, 1 plus 1 ആക്കിയതേ ഉള്ളൂ. ഓക്കെ, 2 എന്നുള്ളതിന് എന്ത് ചെയ്തു, 1 plus 1 ആക്കി എഴുതി. ഇനി ഒന്ന് നോക്കിയേ, 1 plus tan square theta എന്താ, 1 plus tan square theta ആണ് sec square theta, 1 plus cot square theta ആണ് എന്ത്, cosec square theta അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, sec തീറ്റ ഇൻറ്റു കൊസിക് തീറ്റ ഡിവൈഡഡ് ബൈ sec സ്ക്വയർ തീറ്റ പ്ലസ് കൊസിക് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. ഓക്കെ ആണേ. ഇനി നമ്മൾ ഇതിനെങ്ങനെ മാറ്റാം, സീക്ക് എന്ന് പറയുന്നത് എന്താണ്, 1 ബൈ കോസ് ആണ്, കൊസീക്ക് എന്ന് പറയുന്നത് എന്താണ്, 1 ബൈ സൈൻ ആണ്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, 1 ബൈ കോസ് തീറ്റ ഇൻറ്റു 1 ബൈ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ, ഇവിടെ അതേപോലെ 1 ബൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ. ഡിനോമിനേറ്ററിൽ എൽ സി എടുക്കുക, ന്യൂമറേറ്ററിൽ മാറ്റമൊന്നും വരത്തില്ല. 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് തന്നെ വരും. 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ സൈൻ തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്, 1 ആണ് അല്ലേ, 1 ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, 1 ആണ്, ഇത് 1 ആയി. ഇനി ഇതെവിടെ പോകും, ന്യൂമറേറ്ററിൽ പോകും. അത് ന്യൂമറേറ്ററിൽ പോയി കഴിഞ്ഞാൽ എന്ത് വരും, കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ സൈൻ തീറ്റ. കോസ് തീറ്റയും കോസ് തീറ്റയും സൈൻ തീറ്റയും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തേ ഉള്ളൂ, കോസ് തീറ്റ സൈൻ തീറ്റ. ഓക്കെ, ഓപ്ഷൻ എന്ത് വന്നു, ഓപ്ഷൻ സി വന്നു. ഓക്കെ, അടുത്തിലോട്ട് പോലോ. എന്താ തന്നിരിക്കുന്നത്, if 3 sin square a plus 4 cos square a minus 3 is equal to 0, then what is the value of cot a? എന്താ തന്നിരിക്കുന്നത്, 3 sin square a plus 4 cos square a minus 3 is equal to 0. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. എനിക്കിതിനെ ഞാൻ എല്ലാത്തിനും എന്തിൻ്റെ ടേംസിലോട്ട് മാറ്റുകയാണ്, സൈനിൻ്റെ ടേംസിലോട്ട് മാറ്റുകയാണ്. 3 സൈൻ സ്ക്വയർ എ പ്ലസ്, നിങ്ങൾക്ക് മറ്റേ ഇക്വേഷൻ അറിയാം, നമുക്ക് മറ്റേ ഐഡന്റിറ്റി അറിയാം, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആയിരിക്കും. ഇവിടെ എ ആയതുകൊണ്ട് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താ, 1 മൈനസ് സൈൻ സ്ക്വയർ എ ആണ് അല്ലേ. മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. ഇതെന്ത് കിട്ടി, 3 സൈൻ സ്ക്വയർ എ പ്ലസ് 4 മൈനസ് സൈൻ സ്ക്വയർ എ മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. ഇത് നോക്കിയേ, മൈനസ് 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. 3 സൈൻ സ്ക്വയർ എ മൈനസ് 4 സൈൻ സ്ക്വയർ എ അതെന്ന് പറയുന്നത് എന്തായി, മൈനസ് സൈൻ സ്ക്വയർ എ. ഓക്കെ, മൈനസ് സൈൻ സ്ക്വയർ ആയി. ഇനി അതേപോലെ ഇവിടെ നോക്കിയേ, പ്ലസ് 4 മൈനസ് 3 എന്നുണ്ട് അല്ലേ. പ്ലസ് 4 മൈനസ് 3 എന്നുള്ളത് എന്തായി, പ്ലസ് 1 ആയി. അതെന്തായി, ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു എന്ത് വന്നു, മൈനസ് 1 വന്നു. ഓക്കെ, സൈൻ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു മൈനസ് 1 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ സൈൻ എത്ര, 1 ആയിരിക്കും അല്ലേ. സൈൻ സ്ക്വയർ എ മൈനസ് 1 ആണെങ്കിൽ സൈൻ എത്ര ആയിരിക്കും, 1 ആയിരിക്കും. ഇനി നോക്കിയേ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട, കോട്ടയാണ്. സൈൻ എപ്പോഴാണ് 1 ആകുന്നത്, സൈൻ എ ഇസ് ഈക്വൽ ടു 1. സൈൻ എ ആണെങ്കിൽ സൈൻ 1 ആവണമെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ എത്ര ആയിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, കോട്ട് 90 ഡിഗ്രി. കോട്ട് 90 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്, ടാൻ 90 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്, ടാൻ 90 ഡിഗ്രി എത്ര, ടാൻ 90 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, സൈൻ 90 ഡിവൈഡ് ബൈ കോസ് 90 ആണ്. അതായത് എന്താണ്, 1/0 ആണ്. ടാൻ 90 എന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. പക്ഷേ കോട്ട് 90 എന്താണ്, 0 ഡിവൈഡഡ് ബൈ 1 ആണ്. 0 ഡിവൈഡഡ് ബൈ 1 എത്രയാണ്, 0 ആണ്. ഓക്കെ, നോട്ട് ഡിഫൈൻഡും 0യും തമ്മിൽ കൺഫ്യൂഷനായി പോകരുത്. എനിത്തിങ് ഡിവൈഡഡ് ബൈ 0 ആണ് എന്ത്, നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, 0 ഡിവൈഡഡ് ബൈ എനിത്തിങ് എന്ത് തന്നെയാണ്, 0 തന്നെ. ഓക്കെ, അടുത്തതിലോട്ട് പോകാം.
if 1 plus cot square theta plus 1 plus cot square theta raised to minus 1 is equal to k, then k square is equal to. Okay. ആദ്യം തന്നെ നോക്കി 1 plus cot square theta. 1 plus cot square theta എന്തുവാ? 1 plus cot square theta എന്ന് പറയുന്നതാണ് cosec square theta. അല്ലേ? cosec square theta ആണ്. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. പ്ലസ് ഇനി ബാക്കി തന്നിരിക്കുന്ന നോക്കാം. cosec square theta പ്ലസ് 1 പ്ലസ് cot square theta raised to minus 1. cos square theta raised to minus 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 divided by cot square theta ആണ്. അല്ലേ? 1 divided by cos square theta ആണ്. ഇനി 1 divided by cot square theta എന്താണ്? tan square theta ആണ്. cosec square theta plus 1 divided by cot എന്താ? tan ആണ്. അപ്പോൾ 1 divided by cot square theta എന്താണ്? tan square theta ആണ്. is equal to k എന്നിവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1 plus cot square theta plus 1 plus cot square theta raised to minus 1 is equal to k എന്ന് തന്നിട്ടുണ്ട്. ആണേ. ഇനി 1 plus tan square theta എന്താ? പറഞ്ഞേ 1 plus tan square theta എന്താണ്? 1 plus tan square theta ആണ് sec square theta. അല്ലേ? 1 plus tan square theta sec square theta ആണ്. ഇനി കെയുടെ വാല്യൂ എത്രയെന്ന് വന്നു? കെയുടെ വാല്യൂ എനിക്ക് cosec square theta പ്ലസ് sec square theta എന്ന് കിട്ടി. എനിക്ക് എന്താ വേണ്ട? കെ സ്ക്വയർ ആണ് വേണ്ടത്. ഓക്കെ, ഫൈൻ. കെ സ്ക്വയർ ആണ് വേണ്ടത്. കെ സ്ക്വയർ അതിനു മുമ്പ് ഇതിനെ എനിക്ക് cosec square theta എന്ന് പറയുന്നതിനെ 1 divided by sin square theta plus 1 divided by cos square theta എന്ന് എഴുതാലോ. കൊസീക്കിനെ ഞാൻ എന്ത് ചെയ്തു? 1 by sin ആക്കി. സീക്കിനെ ഞാൻ എന്താക്കി? 1 by cos ആക്കി. ഓക്കെ, ഇതിൻ്റെ LCM എടുക്കാൻ നേരത്തെ എന്ത് വരും? sin square theta plus cos square theta divided by sin square theta cos square theta. അല്ലേ? ന്യൂമറേറ്റർ എന്തായി? 1 ആയി. sin square theta plus cos square theta എന്തായി? 1 ആയി. അപ്പോൾ k എന്നുള്ളത് എനിക്ക് എന്ത് കിട്ടി? 1 divided by sin square theta cos square theta. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? കെ സ്ക്വയർ. ഓക്കെ, എടാ കെ സ്ക്വയർ അല്ല കേട്ടോ ചോദിച്ചിരിക്കുന്നത്, റൂട്ട് കെ ആണ് ചോദിച്ചിരിക്കുന്നത്. സോറി, റൂട്ട് കെ ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റൂട്ട് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് 1 divided by sin square theta cos square theta. എന്ത് വന്നു? 1 divided by sin theta cos theta. 1 divided by sin theta cos theta ഓപ്ഷനിലുണ്ടോ? ഇല്ല. 1 by sin എന്താണ്? 1 by sin cosec ആണ്. 1 by cos sec ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? cosec theta sec theta. ആൻസർ എന്ത് ചെയ്യും? ഓപ്ഷൻ സി വന്നു. ക്ലിയർ ആയോ? അത് നോക്കണേ. ഇവിടെ കെ സ്ക്വയർ അല്ല, റൂട്ട് കെ എത്ര എന്നുള്ളതെന്ന് ചോദിക്കും. ഓക്കെ, നമുക്ക് അടുത്തോട്ട് പോകാലോ. A is equal to x cos theta plus y sin theta and B is equal to x sin theta minus y cos theta. Then A square plus B square is equal to. Okay, fine. A is equal to x cos theta plus y sin theta. അല്ലേ? A എന്ന് പറയുന്നത് എന്താണ്? x cos theta plus y sin theta. അങ്ങനെയാണെങ്കിൽ A സ്ക്വയർ എത്ര ആയിരിക്കും? x cos theta plus y sin theta the whole square ആയിരിക്കും. അല്ലേ? അതെന്ന് പറയുന്നത് എത്ര വരും? x square into cos square theta plus y square into sin square theta plus 2xy cos theta sin theta. cos theta sin theta. ഇനി b എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്? b എന്ന് പറയുന്നത് x sin theta minus y sin theta ആണ്. അല്ലേ? x sin theta minus y x sin theta minus y cos theta. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. അല്ലേ? അതെന്താ? എ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് മാറി പ്ലസ് ആണ്. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? വൈ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ മൈനസ് 2ab. അതായത് മൈനസ് 2 ഇൻറ്റു എക്സ് വൈ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അല്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അതായത് ഇതേ പ്ലസ് ഇത് ഈ മൈനസ് 2xy സൈൻ തീറ്റയും പ്ലസ് 2xy സൈൻ തീറ്റയും ക്യാൻസൽ ആയി പോവേ. ബാക്കി എന്തേ ഉള്ളൂ? നോക്കിയേ, ബാക്കി എന്തേ ഉള്ളൂ? എക്സ് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് വൈ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് വൈ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇത്രയേ ഉള്ളൂ. അല്ലേ? എനിക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? എക്സ് കോമൺ എടുക്കാം. ഇവിടുന്ന് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് അല്ല എക്സ് സ്ക്വയർ കോമൺ എടുക്കാം. എക്സ് സ്ക്വയർ കോമൺ എടുത്താൽ ഇതെന്താ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എത്ര? 1. ഇവിടെ അതേപോലെ വൈ സ്ക്വയർ കോമൺ എടുക്കാം. എനിക്ക് എന്ത് കിട്ടും?
വൈ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. ആൻസർ എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇനി ഇത്രയും ചെയ്യണ്ട, ഇതും എളുപ്പ വഴിയുണ്ട്. നോക്കാം എന്താ തന്നിട്ടുള്ള എക്സ് ഈസ് എ ഈസ് ഈക്വൽ ടു എക്സ് കോസ് തീറ്റ പ്ലസ് വൈ സൈൻ തീറ്റ, ബി ഈസ് ഈക്വൽ ടു എക്സ് സൈൻ തീറ്റ മൈനസ് വൈ കോസ് തീറ്റ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, കണ്ടീഷൻ എന്ത് മാത്രമാണ്? നോട്ട് ഡിഫൈൻഡ് വരരുത്, അതേപോലെ തന്നെ ഡിവൈഡഡ് ബൈ 0 വരരുത്. ഇവിടുത്തെ കേസ് നോക്കുക, ഞാൻ തീറ്റയ്ക്ക് 0 കൊടുത്തു, 0 ഡിഗ്രി കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എക്സ് എ എന്ന് പറയുന്നത് എന്താണ്? എക്സ് കോസ് 0 പ്ലസ് വൈ സൈൻ 0 ആയി അല്ലേ? അതെന്ന് പറയുന്നത് എന്താ? കോസ് 0 എന്താണ്? കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. എ എന്ന് പറയുന്നത് എക്സ് ആയി. സൈൻ 0 എന്താണ്? സൈൻ 0 0 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്തായി? എക്സ് ആയി. അതേപോലെ ബി എന്ന് പറയുന്നത് എക്സ് സൈൻ 0 മൈനസ് വൈ സൈൻ 0 ആണ് അല്ലേ? ഇനി സോറി, വൈ കോസ് 0 അല്ലേ? ഇനി എക്സ് സൈൻ 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സൈൻ 0 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്ത് കിട്ടി? മൈനസ് വൈ എന്ന് കിട്ടി. കാരണം കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, മൈനസ് വൈ എന്ന് കിട്ടി. ഇനി നമ്മളോട് എന്താ ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. എ എക്സ് ആണെങ്കിൽ എ സ്ക്വയർ എത്രയാ? എക്സ് സ്ക്വയർ ആണ്. ബി മൈനസ് വൈ, അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ എത്രയാ? വൈ സ്ക്വയർ ആണ് അല്ലേ? അപ്പം ഇനി നോക്കിയേ, എ പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ 0 എടുക്കണമെന്നൊന്നുമില്ല, ഞാൻ 0 ഡിഗ്രി എടുത്തതന്നേ ഉള്ളൂ. നിങ്ങൾ 45 എടുത്താലും കിട്ടും. പക്ഷേ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ. കഴിയുന്നതോ ആലോചിച്ച് ചെയ്യുക. എടാ നോക്കിയേ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എന്താ തന്നിരിക്കുന്നത്? ഇഫ് 7 സൈൻ തീറ്റ പ്ലസ് 4 കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 9 സൈൻ തീറ്റ മൈനസ് 2 കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 5/4. Then find the value of tan square theta plus 5 divided by tan square theta minus 5. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നതെന്ന് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പം ഈ 4 ഇങ്ങോട്ടും പോയി, 9 സൈൻ തീറ്റ മൈനസ് 2 കോസ് തീറ്റ RHSലോട്ടും പോയി. അങ്ങനെയാണെങ്കിൽ 7 സൈൻ തീറ്റ പ്ലസ് 4 കോസ് തീറ്റ ഇൻറ്റു 4. ഓക്കെ, അതെന്ത് വരും? 7 സൈൻ തീറ്റ ഇൻറ്റു 4 എത്രയാ? 28 സൈൻ തീറ്റ. അതേപോലെ 4 കോസ് തീറ്റ പ്ലസ് 4 എത്രയാ? 16 കോസ് തീറ്റ. 4 ഇൻറ്റു 4 എത്രയാ? 16 അല്ലേ? ഈസ് ഈക്വൽ ടു ഇപ്പുറത്തും അതേപോലെ ഇൻറ്റു ചെയ്യുക. 5 ഇൻറ്റു 9 സൈൻ തീറ്റ മൈനസ് 2 കോസ് തീറ്റ. 9 ഇൻറ്റു 5 എത്രയാ? 45 സൈൻ തീറ്റ മൈനസ് 10 കോസ് തീറ്റ. ഓക്കെ ആണേ. ഇനി നോക്കിയേ, ഈ മൈനസ് 10 കോസ് തീറ്റനെ ഞാൻ LHSലോട്ട് കൊണ്ടുവരും. അപ്പോൾ മൈനസ് എന്തായി? പ്ലസ് ആയി. അവിടെ ഓൾറെഡി ഒരു 16 കോസ് തീറ്റ ഉണ്ട്. അപ്പോൾ 16 പ്ലസ് 10 കോസ് തീറ്റ എത്ര? 26 കോസ് തീറ്റ. ഓക്കെ, 26 കോസ് തീറ്റ. അതേപോലെ RHSന്റെ കേസ് നോക്കിയേ, 45 സൈൻ തീറ്റയാണ്. ഇപ്പുറത്ത് ഒരു 28 സൈൻ തീറ്റ ഉണ്ട്. അത് ഞാൻ അപ്പുറത്തോട്ടുണ്ട്. 28 സൈൻ തീറ്റ അപ്പുറത്തോട്ടുള്ള നേരത്തെ എന്താവും? മൈനസ് ആവും. അപ്പോൾ 45 സൈൻ തീറ്റ മൈനസ് 28 സൈൻ തീറ്റ, അത് എത്രയാണ്? 17 സൈൻ തീറ്റയാണ് അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് 26/17 എന്ന് കിട്ടി അല്ലേ? സൈൻ ബൈ കോസ് എന്താണ്? സൈൻ ബൈ കോസ് ആണ് ടാൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ടാൻ തീറ്റയാണ് എത്രയെന്ന് പറയുന്നത്? 26 ഡിവൈഡഡ് ബൈ 17 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടാൻ തീറ്റ എത്രയെന്ന് കിട്ടി? 26 ഡിവൈഡഡ് ബൈ 17 കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് നോക്കിയേ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 5 ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 5. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിക്കുക. ടാൻ 26/17 ആണെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കണമല്ലോ. 26ന്റെ സ്ക്വയർ എത്രയാണ്? 676 ആണ്. ഡിവൈഡഡ് ബൈ 17ന്റെ സ്ക്വയർ എത്രയാണ്? 289 ആണ്. പ്ലസ് 5 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ അതേപോലെ 676 ഡിവൈഡഡ് ബൈ 289 മൈനസ് 5 അല്ലേ? ഇത് നോക്കിയേ, എടാ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസുണ്ട്. നമ്മൾ വെറുതെ ഇത് ചെയ്ത് സമയം കളയരുത്. ഇത് മുഴുവൻ ചെയ്യാൻ നിൽക്കരുത്. LCM എടുക്കാൻ നേരത്ത് ന്യൂമറേറ്ററിൽ എന്ത് വരും? ഈ 5ന് പകരം 5 × 289 വരുവേ. 5 × 289 എന്ന് പറയുന്നത് എത്രയാണ്? 1445 ആണ് അല്ലേ? 1445 ആണ്. ഈ 1445ൻ്റെ കൂടെ 676 ആഡ് ചെയ്താൽ 2000 സംതിങ് ആണ് ആൻസർ വരുന്നത് അല്ലേ? 2000 സംതിങ് ആയിരിക്കും ആൻസർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സിയും വരത്തില്ല, ഓപ്ഷൻ ഡിയും വരത്തില്ല അല്ലേ? ഓപ്ഷൻ സിയും ഡിയോ അല്ലെന്ന് ഉറപ്പായി. ഇനി എയോ ബിയോ. ഡിനോമിനേറ്റർ നോക്കിയേ, 676 മൈനസ് 5 ആണെന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ മൈനസ് 5ൻ്റെ LCM എടുക്കാൻ നേരത്ത് മൈനസ് 5 × 289 ഉണ്ട്. അതായത് എത്ര? 676 മൈനസ് 1445 ഉണ്ട്. അതിൻ്റെ ഉത്തരം എന്തായാലും എന്തിലേ വരത്തുള്ളൂ? മൈനസിലേ വരത്തുള്ളൂ. അപ്പോൾ ഒരു മൈനസും ഉണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ഓപ്ഷനേ ഉള്ളൂ? ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ.
ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം, ചെയ്ത് നോക്കിയാലും അത് തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, എടാ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 17 ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ തീറ്റ പ്ലസ് 12 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ അല്ലേ? ഓക്കെ ഫൈൻ. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്താണ്? 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കൊസീക് സ്ക്വയർ തീറ്റ അല്ലേ? നിങ്ങൾ ഇതിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീറ്റയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഒരു കുഴപ്പമില്ല, ആൻസർ കറക്റ്റേ ഉള്ളൂ. പക്ഷേ നോക്കി, ഇതെല്ലാം തന്നെ എളുപ്പം ചെയ്യാം, നമ്മൾ വെറുതെ ടൈം കളയണ്ടല്ലോ. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കൊസീക് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇത് ഇത്ര എന്തായി? 5 ഡിവൈഡഡ് ബൈ കൊസീക് സ്ക്വയർ തീറ്റ. കൊസീക് എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ സൈൻ ആണ് അല്ലേ? അപ്പോൾ 5 ഡിവൈഡഡ് ബൈ കൊസീക് സ്ക്വയർ തീറ്റ എന്നുള്ളതിന് പകരം എനിക്ക് എന്തെഴുതാം? 5 സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാലോ? എഴുതിക്കൂടെ? ഇവിടെ ഓൾറെഡി ഒരു 12 സൈൻ സ്ക്വയർ തീറ്റയുണ്ട്. 12 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 5 സൈൻ സ്ക്വയർ തീറ്റ എത്രയാണ്? 17 സൈൻ സ്ക്വയർ തീറ്റയാണ് അല്ലേ? 12 പ്ലസ് 5 17 സൈൻ സ്ക്വയർ തീറ്റ. ഇവിടുത്തെ കേസ് നോക്കിയേ, 17 ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ തീറ്റ. സീക്ക് എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ കോസ് ആണ്. അപ്പോൾ 17 ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 17 കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. അപ്പോൾ പ്ലസ് 17 കോസ് സ്ക്വയർ തീറ്റ. ഇതിൽ നിന്ന് എനിക്ക് എന്ത് കോമൺ എടുക്കാം? 17 കോമൺ എടുക്കാം. 17 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. അപ്പോൾ 17 × 1 17. എന്ത് കിട്ടി? ഓപ്ഷൻ ഡി കിട്ടി. ഓക്കെ, സോ ഇനി അടുത്ത് നോക്കിയേ. വാട്ട് ഈസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോട്ട് തീറ്റ പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ? തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി അല്ല, തീറ്റ നോട്ട് ഈക്വൽ ടു 45 ഡിഗ്രിയാണ്. സോറി, തീറ്റ നോട്ട് ഈക്വൽ ടു 45 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കും. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് എന്താ തന്നേക്കുന്നത്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോട്ട് തീറ്റ. എനിക്ക് അതിനെ എങ്ങനെ എഴുതാം? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോട്ട് എന്ന് പറയുന്നത് എന്താണ്? കോസ് ബൈ സൈൻ അല്ലേ? അപ്പോൾ 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് എഴുതാലോ? അതേപോലെ പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ എന്നുള്ളതിന് എനിക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് എഴുതാലോ? ഓക്കെ, ഇനി ഡിനോമിനേറ്ററിൽ എൽസിയം എടുക്കാൻ നേരത്തെ എന്ത് വരും? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ആവും അല്ലേ? സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ആവും. ഇനി ഈ ഡിനോമിനേറ്ററിൽ ഒരു സൈൻ തീറ്റ ഉണ്ടല്ലേ? ഇവിടെ ഒരു സൈൻ തീറ്റ ഉണ്ട്. ആ സൈൻ തീറ്റ മേളിൽ പോകും. അപ്പോൾ എന്തായി? സൈൻ സ്ക്വയർ തീറ്റ. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അതേ പ്ലസ് ന്യൂമറേറ്ററിലും അതേപോലെ തന്നെ വരും. എന്താണ്? ഇവിടെ കോസ് തീറ്റയാണ്. ഡിവൈഡഡ് ബൈ എൽസിയം എടുക്കാൻ നേരത്ത് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ അല്ലേ? ഇനി ഈ കോസ് മേളിൽ പോകുന്ന നേരത്ത് അതെന്തായി? കോസ് സ്ക്വയർ തീറ്റ ആയി. ഓക്കെ, ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താ? സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയാണ്. ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താണ്? കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ് അല്ലേ? അപ്പം ഇവിടുത്തെ കേസിൽ ഇതിനെ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ എന്നാക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ഒരു സൈൻ കോമൺ എടുത്താൽ മതി, ഒരു മൈനസ് കോമൺ എടുത്താൽ മതി അല്ലേ? നോക്കിയോ, സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അതിൽ നിന്നൊരു മൈനസ് ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്നുള്ളത് എന്തായി മാറും? സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയായി മാറും അല്ലേ? ഇനി ഈ മൈനസ് ഇവിടെ വരാൻ നേരത്ത് ഈ പ്ലസ് എന്നുള്ളത് എന്തായി മാറി? മൈനസ് ആയി മാറി. LCM സെയിം ആണ്. നമുക്ക് എന്ത് കിട്ടി? സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ കിട്ടിയേ. ഇനി ന്യൂമറേറ്റർ നോക്കിയേ, അതെന്ന് പറയുന്നത് എന്താ? സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? A സ്ക്വയർ മൈനസ് B സ്ക്വയർ അല്ലേ? അതിന് എനിക്ക് എങ്ങനെ എഴുതാം? A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്ന് എഴുതാലോ? അപ്പോൾ ന്യൂമറേറ്റർ എന്ത് വന്നു? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. എനിക്ക് എന്ത് ചെയ്യാം? സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തേ ഉള്ളൂ? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. ഓക്കെ, എന്ത് വന്നു? ഓപ്ഷൻ എ വന്നു അല്ലേ? RRB NTPC അതേപോലെ തന്നെ മറ്റ് RRB എക്സാംസിനും അതേപോലെ SSC എക്സാംസിനും വേണ്ടിയിട്ട് ഏണസ്റ്റ് അക്കാഡമി ഓഫ്ലൈൻ ആയിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്നെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.